ദശകം 17 8ാമത്തെ ശ്ലോകം ആണ് വായിച്ചർത്ഥം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ധ്രുവകുമാരൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കയ്യിലിരുന്ന ശംഖ് കൊണ്ട് ആ ധ്രുവകുമാരൻ്റെ കവിൾത്തടം സ്പർശിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇതിൽ താവത് വിബോധ വിമലം പ്രണുവന്തമേനാമാഭാഷതാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. താവത് വിബോധ വിമലം, ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വന്ന് ഭഗവാനെ കണ്ട് ജ്ഞാനം കിട്ടിയ മനസ്സോടുകൂടി, ആ പരിശുദ്ധമായ മനസ്സോടു കൂടിയവനും, പ്രണുവന്തമീനഹ, ഭഗവാനെ നല്ലോണം സ്തുതിക്കുന്നവനുമായ അവരോട് മഭാഷത, അവരോട് ഇങ്ങനെ പറഞ്ഞു. ത്വം, തിരുവടി, മവഗമ്യ തദീയ ഭാവം, ആ ധ്രുവകുമാരൻ്റെ മനോഭാവം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട്, രാജ്യം ചിരം സമനുഭൂയ, ആ ധ്രുവകുമാരൻ്റെ ഉള്ളിലുള്ള ഭക്തി നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് വളരെ കാലം രാജ്യം ഭരിച്ചു കൊള്ളുന്നതിനും, രാജ്യം ചിരം സമനുഭൂയ, വളരെ കാലം അനുഭവിച്ചിട്ട്, ഭജസ്വഭൂയ, അതിനുശേഷം നീ എന്നെ പ്രാപിക്കുക. ഏറ്റവും ഉത്തമമായ, സർവോത്തരം ഏറ്റവും ഉത്തമനായ ആ ധ്രുവകുമാരൻ എന്ന് വിളിക്കുന്ന ഭഗവാൻ, പദം നിവൃത്തിഹീനം, എന്നിട്ട് മോക്ഷം പ്രാപിച്ചു കൊള്ളുക എന്നാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്. ഇപ്പം ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാമെന്ന് വെച്ചാൽ, ആ ജ്ഞാനം കിട്ടിയ പരിശുദ്ധമായ മനസ്സോട് കൂടിയവനും നല്ലോണം ഭഗവാനെ സ്തുതിക്കുന്നതിനുമായ ആ ഭഗവാന്റെ ആ മനോഗതം മനസ്സിലാക്കിയിട്ട് വളരെ കാലം രാജ്യം ഭരിച്ചിട്ട് അതിനുശേഷം നീ എന്നെ പ്രാപിക്കുക. അപ്പോൾ എല്ലാവരിലും ഉത്തമനായ ധ്രുവകുമാരൻ എന്ന പദം കിട്ടി ആ മോക്ഷം പ്രാപിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. താവത് വിബോധ വിമലം പ്രണുവന്തമേനാമാഭാഷതാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം.